ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്ന അവിടെ നിന്ന് മനസ്സിലുണ്ടാവില്ലേ, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഫ്രണ്ടിൽ വലുതായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതാണ് കാറുകൾക്ക് അകത്തോട്ട് കയറി പോകുന്ന വഴി. ഇങ്ങനെ കയറി പോയിട്ട് അങ്ങനെ വന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് വേണ്ടത്. അതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ. അവിടെ ഇനി എന്തൊക്കെയോ ഒക്കെ വരുന്നുണ്ട്. അവിടെ പില്ലറൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇനിയും ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഈ ടൈൽസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ടൈലിനൊന്നും വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഏറെക്കുറെ കഴിയാറായി. അവിടെ ഫിനിഷിങ് വർക്ക് കിടക്കുന്നുണ്ട്. പോർച്ചിൻ്റെ അവിടെ ഒരുപാട് വർക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ പോർച്ച്. പോർച്ചിൻ്റെ ഫ്രണ്ടിൽ ആർട്ട് വർക്ക് നടക്കുന്ന കാണാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷൻ്റെ ഉള്ളിൽ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചല്ലാണ്ട് വേറെ പുതിയതായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകാം. ടിക്കറ്റ് ഞാൻ ഓൾറെഡി UTS വഴി എടുത്തു. അപ്പോൾ കൗണ്ടറിലേക്ക് പോകണ്ട, സ്റ്റേഷൻ ഉള്ളിലേക്ക് കയറിയിട്ട് അങ്ങനെ നമുക്ക് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിലെ സീറ്റ് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് 5 മണിക്ക് വന്ന് പാലക്കാട് പാസഞ്ചറിന് വേണ്ടി പാലക്കാട് പോയിട്ട് അവിടുന്ന് ഞാൻ യശ്വന്ത്പൂർ AC എക്സ്പ്രസ്സിനാണ് ബാക്കി യാത്ര ചെയ്യുന്നത്. മൊത്തം ഒറ്റ വീഡിയോ ആയിരിക്കും. ഇവിടെയും കൂടി ഒരു അങ്ങാടിപ്പുറം ബോർഡ് ഒന്ന് അടിപൊളിയാക്കി തോന്നുന്നു. ഇവിടെ എപ്പോഴും നിലമ്പൂർ റോഡ് കോട്ടയം പാസഞ്ചർ എക്സ്പ്രസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ വണ്ടി ഇതുവരെ കാണിക്കുന്നില്ല. നമ്മുടെ വണ്ടി 5 മണിക്കാണ് ഇവിടുന്ന്. ഇവിടത്തേക്ക് പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിലെ ഫ്ലോറിങ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റോൾ അടഞ്ഞു കിടക്കും. വെള്ളം മേടിക്കണം എന്ന് വിചാരിച്ചാൽ സ്റ്റോൾ അടഞ്ഞു കിടക്കുന്നു. അപ്പോഴത്തെ കടയിൽ നിന്ന് വല്ലതും സാധനം മേടിക്കാൻ നോക്കുക. വെള്ളം എന്തെങ്കിലും മേടിക്കണം. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ വണ്ടി വരുന്നത്. കാര്യം തിരക്ക് മൊത്തം ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോം വൃത്തിയാക്കിയിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ റോഡ് പാലക്കാട് ജംഗ്ഷൻ പാസഞ്ചർ will arrive at platform number 2. വീണ്ടും ടാസ്ക്. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ട്രെയിൻ വരുന്ന അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്രോളി പാത്ത് വഴി നടന്നങ്ങ് പോകാം. കാര്യം ഫുട് ഓവർ ബ്രിഡ്ജ് അങ്ങേ അറ്റത്താണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം നമ്പർ 1 പ്ലാറ്റ്ഫോം വർക്ക് നടക്കുന്നുണ്ടാകുന്നു. പ്ലാറ്റ്ഫോം ഡീകമ്മീഷൻ ചെയ്യുന്നു. നല്ല തിരക്കുണ്ട് വണ്ടി കയറാൻ കേട്ടോ. അവിടെ തിരക്ക് കാണാം. കാര്യം ഇത് സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പുള്ള ഒരു ഫ്രൈഡേ ആണ്. അടിപൊളി തിരക്കുണ്ട് ഈ വണ്ടിക്ക്. നല്ല തിരക്കായി ട്രെയിനിന്. ഇപ്പോൾ 56608 ഇത് നേരത്തെ സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരുന്ന കാലത്ത് ഇത്രയൊന്നും തിരക്കുണ്ടാവാറില്ല. ഇന്ന് നല്ല തിരക്കാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്, ഇന്ന് ഫ്രൈഡേ. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടുന്ന് പാലക്കാട്ടേക്ക് 56608 നിലമ്പൂർ റോഡ് പാലക്കാട് പാസഞ്ചറിന് കയറി പാലക്കാട് ജംഗ്ഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഉടനെ 16562 തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ AC എക്സ്പ്രസ് കയറി യാത്ര തുടരും. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ ഈ ട്രെയിൻ ശരിക്കും പാലക്കാട് എത്തുന്നത് 7:25 നമ്മുടെ പാസഞ്ചറിൻ്റെ പാലക്കാട് ഷെഡ്യൂൾഡ് അറൈവൽ ടൈം 7:25. മറ്റേ നമ്മുടെ യശ്വന്ത്പൂർ AC സൂപ്പറിൻ്റെ ഷെഡ്യൂൾഡ് ഡിപ്പാർച്ചർ ടൈം 7:35 ആണ്. 10 മിനിറ്റ് ഗ്യാപ്പേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടി സാധാരണ ഇതിൽ 7 മണിക്ക് മുമ്പ് പാലക്കാട് എത്താറുണ്ട്. മറ്റേ വണ്ടി 7:45 മുമ്പ് പാലക്കാട് എത്താറുമില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളീ പോകുന്നത്. അപ്പോൾ തേച്ചൊട്ടിക്കില്ല എന്ന വിശ്വാസത്തിൽ അങ്ങ് പോകുന്നു. ഇതാണ് ഇവിടുത്തെ FCI ഗോഡൗൺ. നമ്മൾ സാധാരണ ഇതിൽ ഇങ്ങോട്ടൊന്നും വരാറില്ല. ബാക്കിലെ കോച്ചുകൾ കയറാറില്ല. സ്ഥിരം എപ്പോഴും ഫ്രണ്ടിലെ കോച്ചുകളാണ് കയറാറ്. ഇന്നൊരു വെറൈറ്റിക്ക് ബാക്കിലോട്ട് പിടിച്ചാലെന്ന് വെച്ചാൽ ബാക്കിലോട്ടാണെന്നാണ്. ഇതാണ് FCI ഗോഡൗൺ. ഇങ്ങോട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമ്മുടെ വണ്ടി പതുക്കെ മന്ദം പ്ലാറ്റ്ഫോമിലോട്ട് കടന്ന് വരുന്നുണ്ട്. ഇത്രയൊന്നും നീളം കോച്ചിനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റോഡിൻ്റെ വാപ്പോണാണ് 22023 ഈ റോഡ് ഡീസൽ ഷെഡിൻ്റെ. ഫ്രണ്ടിലോട്ടുള്ള കോച്ചുകളൊക്കെ ആവശ്യത്തിന് കാലിയാണ്. ബാക്കിലുള്ളൊരു കോച്ചിൽ കയറി സീറ്റ് കിട്ടി. വിൻഡോ ഒന്നുമല്ല, ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, അത്ര കാര്യമൊന്നുമല്ല. സമയം 5:09. വണ്ടിയുടെ ഡിപ്പാർച്ചർ ടൈമൊക്കെ ആയി. എന്തായാലും പുറപ്പെട്ടില്ല. സ്റ്റാർട്ടറൊക്കെ ഓൾറെഡി ആംബറാണ്. നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്ന് പുറപ്പെട്ടു.
ഇതാണ് അങ്ങാടിപ്പുറം സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ഇങ്ങേ എൻഡിൽ എന്തോ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ ആയിട്ട്. ഇവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അറിയില്ല. പണി കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണാമല്ലോ. അപ്പം നമ്മളങ്ങനെ അങ്ങാടിപ്പുറത്തു നിന്ന് യാത്ര പുറപ്പെട്ടു. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, മോസ്റ്റ്ലി ഒരു വെനസ്ഡേ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. കാര്യം ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണെന്നുണ്ടെങ്കിലും പാലക്കാട് ബാംഗ്ലൂർ ഫുള്ള് രാത്രിയാണ്, ഇരുട്ടത്താണ്. സ്റ്റേഷൻ്റെ വർക്കാണ്. ഇവിടെ റീറ്റെയിനിങ് വാൾ പൊങ്ങി വന്നു തുടങ്ങി. ഈ കെട്ടിടം എന്താണോ പൊളിക്കാത്തത്? ഇവിടെ കിണറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരെയാണ് വരാൻ പോകുന്നത്. അവിടെ JCB നിൽക്കുന്നത് അതായിരിക്കും മിക്കവാറും പ്ലാറ്റ്ഫോം. ഇവിടെ സ്റ്റേഷൻ്റെയും വർക്ക് കാണാം. ഇവിടെയായിട്ട് വരും പുതിയ സ്റ്റേഷൻ ബിൽഡിങ്. ഈ ഭാഗത്ത് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് വരും. അപ്പോൾ ഇവിടെയായിട്ട് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും ഇവിടെ. കുലുക്കല്ലൂരിനടുത്തു. ഇതാണ് ഇപ്പോഴത്തെ കുലുക്കല്ലൂർ സ്റ്റേഷൻ ബിൽഡിംഗ്. ഇവിടെ ആകെ ഒരു ടിക്കറ്റ് കൗണ്ടറും ഈ ടിക്കറ്റ് വിൽക്കുന്ന ഏജൻറ്റും മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഫ്യൂച്ചറിൽ ഇവിടെ നല്ലൊരു സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നിലമ്പൂർ ലൈനിലത്തെ ലാസ്റ്റ് സ്റ്റേഷനായ കഴിഞ്ഞു. ട്വിൻ വാഗൺ ആൻഡ് ഹോൾഡ് ഫ്രൈറ്റ് ആണ്. ഇവിടെ തിരുവനന്തപുരം വന്ദേ ഭാരത് എന്തായോ എത്തിയോ അതോ വരുന്നേ ഉള്ളോ എന്താ സീൻ എന്നറിയില്ല.
ഭാരത് നോൺ ടൈം ഷൊർണൂർ എത്തിയെന്നാണ് കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ അത് പോയിട്ടാണ് മിക്കവാറും നമ്മൾ കാണാൻ സാധ്യത കുറവാണ്. ഇതോ കിടക്കുന്നു വന്ദേ ഭാരത്. പ്ലാറ്റ്ഫോം നമ്പർ 4 ഇന്ന് വന്ദേ ഭാരത് വന്നിരിക്കുന്നത്. സാധാരണ ഇതിൽ 4 വരാറ്. ഇന്നും 4 തന്നെയാണ് നമ്മുടെ 20 കാർ വന്ദേ ഭാരത്. അപ്പുറത്തായിട്ട് വൈകുന്നേരത്തെ 56611 ആണെന്ന് തോന്നുന്നു. 22068 EDDXൻ്റെ വാപ്പ് 1 ലോക്കോ അവിടെ കിടക്കുന്നുണ്ട് പതിവ് പോലെ. ഇപ്പോഴത്തെ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സും കിടക്കുന്നു. അപ്പം നമ്മളങ്ങനെ ഷൊർണൂരിലേക്ക് എത്തി. സമയം 5:43. വണ്ടി ബിഫോർ ടൈമാണ്. ഇവിടെ നിന്ന് 6 മണിക്കേ നമ്മൾ പോകുള്ളൂ. 6 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 7 മണിയോടുകൂടി പാലക്കാടിൽ നിന്ന് കയറും. അപ്പോൾ കൃത്യം 6 മണിക്ക് നമ്മുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ പുറപ്പെട്ടു. നമ്മുടെ ടൈം 6 മണിയാണ്. പക്ഷേ നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. സമയം ഇപ്പോൾ 6:13. നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല ഷൊർണൂരിൽ നിന്ന്. അങ്ങേറ്റത് പ്ലാറ്റ്ഫോം നമ്പർ 7 കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ് വന്നു. ഇവിടെ നമ്മുടെ പഴയ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് കാണാം. അത് കുറേ ആയിട്ട് ക്ലോസ് ആണ്, ഇപ്പോഴും ക്ലോസ് ആണ്. അതിൻ്റെ വർക്ക് ഇതുവരെ തുറന്നിട്ടില്ല. അങ്ങനെ നമ്മളും പുറപ്പെട്ടു. അങ്ങനെ പറ്റുള്ളൂ. ട്രയാങ്കിൾ ലൈൻസിന് നടക്കുന്ന കാടൊക്കെ വൃത്തിയാക്കിയപ്പോൾ കാണാം. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ കാണാം.
അവിടെ ഭാരതപ്പുഴ കുറുകെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. JCB കൊണ്ടിട്ട് പണിയുന്നുണ്ട്. കഴിഞ്ഞ മാസം കണ്ടതിനെക്കാട്ടൊക്കെ വെള്ളം ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പാലം എന്തോ പണിയുന്നുണ്ടെന്ന് പുതിയതായിട്ട്. നമ്മളിപ്പോൾ മാന്നന്നൂരെത്തി. അപ്പോൾ അങ്ങനെ ഒറ്റപ്പാലം എത്തി. നമ്മൾ ആക്ച്വലി ഷൊർണൂർ പിടിച്ചിടാനുള്ള കാരണം കന്യാകുമാരി പൂനെ എക്സ്പ്രസ് അല്പം ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവൻ കയറി വരുന്നവരെ നമ്മൾ പിടിച്ചിട്ടായിരുന്നു. അവൻ ഒറ്റപ്പാലം പാസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൊർണൂർ വിടാൻ സമ്മതിച്ചത്. ഇപ്പോൾ നമ്മൾ പുറകെ കേരള എക്സ്പ്രസ് ഉണ്ട്. കേരള എക്സ്പ്രസ് ഇപ്പോൾ ഏകദേശം വള്ളത്തോൾ നഗർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൻ ഇവിടെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ പിടിച്ച് നിർത്തിയിട്ട് അവനെ വിടില്ല. ഇനി വഴിയിൽ അങ്ങനെയായിട്ട് ഓവർടേക്ക് ഒന്നും എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇതിനെ പാലക്കാട്ട് കയറ്റി കഴിഞ്ഞിട്ടാണ് കേരള എക്സ്പ്രസ്സിനെ പാലക്കാട്ടേക്ക് കയറ്റുന്നത്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു വണ്ടി കയറി വരുന്നുണ്ട്. മിക്കവാറും അത് കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചർ ആയിരിക്കണം. ഒരു അരക്കോണം ബാപ്പ് 4 ആണ്. 22845. ഞാൻ പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂർ ഷൊർണൂർ പാസഞ്ചറാണ്. ഈ റേക്കാണ് പിന്നീട് ഷൊർണൂർ നിലമ്പൂർ എക്സ്പ്രസ് ആയിട്ട് പോകുന്നത് രാത്രിയിലത്തെ. ഒറ്റപ്പാലം വിട്ടിട്ട് അടുത്ത സ്റ്റേഷൻ ലക്കിടിയിലേക്ക് എത്തണം. ഇടയ്ക്ക് പാലപ്പുറം എന്ന് പറഞ്ഞ ഹോൾട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലില്ല, അത് ക്ലോസ് ചെയ്ത് വരും.
മങ്കര എത്തി. ഇനി ഇത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ, അത് പറളിയാണ്. പറളി കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലക്കാട്ടേക്ക് കയറും. ഒരു ടവർ കാർ ഇവിടെ ഡൗൺ മെയിൻ ലൈനിൽ കിടക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു ഇവിടെ പറളി നമ്മൾ പിടിച്ചിടുമെന്ന്. കാര്യം ബാക്കിൽ കേരള എക്സ്പ്രസ് വരുന്നുണ്ട്. കേരള എക്സ്പ്രസ് കടത്തിവിടാൻ വേണ്ടി പിടിച്ചിടുമെന്നൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ പിടിച്ചിട്ടില്ല. നമുക്കൊരു 9 കിലോമീറ്റർ കൂടെ ഉണ്ട് പാലക്കാട്ടേക്ക്. ഇപ്പോൾ സമയം 7 മണിയായി. നല്ല നമ്മൾ ബിഫോർ ടൈം അവിടെ എത്തും. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലോട്ട് കയറുകയാണ്. പാലക്കാട് ജംഗ്ഷൻ്റെ ഔട്ടറിലെ വലിയ ഹൈമാസ് ലൈറ്റാണ് കാണുന്നത്. റൈറ്റ് സൈഡിൽ നമ്മുടെ പാലക്കാട് ടൗൺ, അതായത് പൊള്ളാച്ചി സൈഡിൽ നിന്ന് വരുന്ന ലൈൻ വന്ന് കയറുന്ന റൈറ്റ് സൈഡിലാണ്. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമ്മളങ്ങനെ പതിവ് പോലെ പ്ലാറ്റ്ഫോം നമ്പർ 5 കയറുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3 ഏതോ ട്രെയിൻ കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് കാണാം അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തി. നമ്മൾ ഒരുപാടൊന്നും ലേറ്റല്ല. സമയം 7:11, 7:25 ഇവിടുത്തെ അറൈവൽ ടൈമാണ്. 7:11 ഇവിടെ ഒന്ന് കയറി. അപ്പോൾ ഡിലേ എന്ന് പറയാൻ പറ്റില്ല, ബിഫോർ ടൈമാണ്. അപ്പുറത്ത് നമ്മൾ കയറി വരുന്ന സമയത്ത് ഒരു ലൈറ്റ് കണ്ടത് ട്വിൻ വാഗ്നൈൻസ് ആണ്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 പകുതിക്കായിട്ട് കിടക്കുകയാണ്. അത് ഏകദേശം ക്രൂ ലോബിയുടെ അടുത്താണത്.
ഏകദേശം ക്രൂ ലോബിയുടെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ക്രൂ ചേഞ്ചിന് വേണ്ടി നിന്നാണ്. കണ്ടിട്ട് പുത്തൻ ലോക്കമാണ്. ഏതാ ഷെഡ് എന്നൊന്നും അറിയില്ല. പുത്തൻ ലോക്ക് വരുന്നത്. അത് റീപെയിൻറ്റഡ് ആണോ എന്നറിയില്ല. 41991 വാഗൺ HC ആണ് സാധനം. അതിൻ്റെ സൈഡിൽ സെലിബ്രേറ്റിംഗ് 100 years of ഇലക്ട്രിക് ട്രാക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഷെഡിൻ്റെ പേരോടെ മെൻഷൻ ചെയ്തിട്ടില്ല. മിക്കവാറും അരക്കോണമല്ലായിരിക്കുമായിരിക്കും, അറിയില്ല. അപ്പോൾ നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ നമ്മുടെ സ്വരയിൽ ആപ്പിൽ നോക്കിയപ്പോൾ 12ാമത്തെ കോച്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കുറച്ച് മുന്നിലോട്ട് കയറി നിന്നേക്കാം. 12ാം പൊസിഷനായിട്ട് നിൽക്കാം. പിന്നെ അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. അപ്പോൾ നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത് 16562 തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പൂർ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ AC 3 ടയറിലാണ്. ഇന്ന് എൻ്റെ ടിക്കറ്റ് B6 ആണ് എൻ്റെ കോച്ച്. ട്രെയിനിൽ നിന്ന് ഏകദേശം 300-ൽ പരം സീറ്റ് കറണ്ട് റിസർവേഷനിൽ കാലി ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറിന് ഈ ട്രെയിനിനെ വിളിക്കാം. കാരണം 330 സീറ്റോ മറ്റോ കാലി ഉണ്ടായിരുന്നു. ഞാൻ ഈ ടിക്കറ്റ് ഇന്നലെയാണ് ബുക്ക് ചെയ്തത്. ഇന്നലെയല്ല, മിനിങ്ങാന്ന് രാത്രിയാണ് ബുക്ക് ചെയ്തത്. മിനിങ്ങാന്ന് രാത്രി ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 12 ആയിരുന്നു. ഇന്നലെ രാവിലത്തേക്ക് അത് കൺഫേം ആയി. ഇന്നിപ്പോൾ ചാർട്ട് അടിച്ച് നോക്കുമ്പോൾ 300-ന് മേലെ സീറ്റ് കാലിയും കിടക്കുന്നു. അപ്പോൾ ഇതൊരു ഡേയിൻ്റെ പ്രശ്നമാണ്. കാര്യം വെള്ളിയാഴ്ച കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഈ പറയുന്ന അത്ര ഡിമാൻഡ് ഉണ്ടാവില്ല. അതുമാത്രമല്ല ഇത് AC സൂപ്പർ ഫാസ്റ്റിന് സൈറ്റ്ലി ചാർജ് കൂടുതൽ വേണം. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളീ നടക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ കേരള എക്സ്പ്രസ് വരും. അപ്പോൾ അതിൻ്റെ അറൈവലും നമുക്കൊന്ന് കണ്ടേക്കാം. നമ്മൾ ഏകദേശം 12ാമത്തെ കോച്ചിനടുത്ത് എത്തുകയും ചെയ്തു. ആ കിടക്കുന്നത് മിക്കവാറും ഇന്നത്തെ എറണാകുളം പാലക്കാട് മെമ്മോ ആയിരുന്നിരിക്കും. അത് ഇനിയിപ്പോൾ യാർഡിൽ തന്നെ കടന്നിട്ട് നാളെ രാവിലെ വീണ്ടും എറണാകുളത്തേക്ക് പോകും. ഇപ്പുറത്ത് നമ്മൾ ഇവിടം വരെ എത്തിച്ച ട്രെയിൻ കിടക്കുന്നു. WAP1 2023 EDDXൻ്റെ ലോക്കമായിരുന്നു. എന്തായാലും സമയമുള്ളതുകൊണ്ട് ഫ്രണ്ടിലേക്ക് പതുക്കെ നടന്നു വന്നത് ലോക്കൊന്നും കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ഇത് ഷോർട്ട് റേക്കായതുകൊണ്ട് ഒരു ഫുൾ ലെങ്ത്ത് കയറ്റില്ല, പകുതിക്ക് വെച്ച് നിർത്തും. ഈ റേക്കും ഇനി അല്പസമയത്തിനുള്ളിൽ ഷണ്ട് ചെയ്ത് യാർഡിൽ കൊണ്ട് അവരിടും. മീൻവൈൽ കേരള എക്സ്പ്രസ്, ന്യൂഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് കയറി വരുന്നു. 30690 രായപുരത്തിൻ്റെ ഈ ട്രെയിനിന് നമുക്കൊരു ലോങ് യാത്ര ഒരിക്കൽ ചെയ്യണം. പ്രിഫറബിളി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വരവ് വരണം. ഇതിനൊക്കെ 2 ജനറൽ കോച്ചാക്കി. ഫ്രണ്ടിൽ 24 ബിൽറ്റ് ജനറൽ കോച്ചാണ്. ഇതിൻ്റെ AC ഫസ്റ്റ് AC പുത്തൻ കോച്ചായിരുന്നു. 24 ബിൽറ്റായിരുന്നു. ഇത് 22 ബിൽറ്റാണ്. നമ്മുടെ നിലമ്പൂർ പാസഞ്ചറിൻ്റെ റേക്ക് ഷണ്ട് ചെയ്ത് തുടങ്ങിയവർ ഇതിനിപ്പോൾ ഷണ്ട് ചെയ്ത് യാർഡിൽ കൊണ്ടുപോയിടും. അവിടെ ഇപ്പോൾ കോച്ചുകളുടെയൊക്കെ വിൻഡോസ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നുള്ളവർ ഇതിനിപ്പോൾ യാർഡിൽ കൊണ്ടുപോയവർ പാർക്ക് ചെയ്തിട്ട് നാളെ രാവിലെ 6 മണിക്ക് തിരിച്ച് പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചറായിട്ട് പോകും. പാലക്കാട് നിലമ്പൂർ റോഡ് പാസഞ്ചർ നമ്മളൊരു end to end ട്രിപ്പ് ചെയ്യുന്നുണ്ട് അധികം താമസിയാതെ. അത് കുറേയായിട്ട് പെൻഡിങ് ആണ്. നിലമ്പൂർ പാസഞ്ചർ ഫുള്ളായിട്ട് പുറത്തോട്ട് വരില്ല, കുറച്ച് പുറത്തോട്ടൊക്കെയായിട്ട് നിർത്തി. മീൻമേൽ നമ്മുടെ ട്രെയിൻ പാലക്കാട് ജംഗ്ഷന് പുറത്തെത്തി. 3 കിലോമീറ്റേഴ്സ് പാലക്കാട് ജംഗ്ഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ മിക്കവാറും ഹോം സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിരുന്നു. ഹോം സിഗ്നലിൽ വെയിറ്റിംഗ് ആയിട്ടുണ്ടാവും. അതിപ്പോൾ ഈ ട്രെയിൻ നമ്പർ 16562 എന്നാണ്. അത് ഇന്ന് മുതലാണ് ഈ പുതിയ നമ്പർ നിലവിൽ വന്നത്. ഇതിൻ്റെ പഴയ നമ്പർ 22678 എന്നായിരുന്നു. ഈ ട്രെയിൻ 22677, അതായത് യശ്വന്ത്പൂരിന് ഇങ്ങോട്ടുള്ള ട്രിപ്പിൽ നമ്മളൊരു പ്രാവശ്യം യാത്ര ചെയ്തൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടില്ലാത്തവർ ആ വീഡിയോ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തും. മിക്കവാറും സൊമാറ്റോക്കാരനും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡും ഇപ്പോൾ എത്തും. അപ്പോൾ കേരള എക്സ്പ്രസ് ഇറങ്ങിപ്പോയി. നമ്മൾ കേരള എക്സ്പ്രസ് ഒരു കുഞ്ഞ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഒറ്റപ്പാലത്തു നിന്ന് റെണിഗുണ്ട വരെ കേരള എക്സ്പ്രസ്സിൻ്റെ യാത്ര പോയിരുന്നു. ഫുൾ ലെങ്ത് RACയിലായിരുന്നു എൻ്റെ ടിക്കറ്റ്. നമ്മൾ സ്ലീപ്പറിലൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ലോങ് ട്രിപ്പ് പോകണം കേരള എക്സ്പ്രസ്സിൽ. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരണമെന്നാണ്. നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രിപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ട്രിപ്പ് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ അതായിരുന്നു കേരള എക്സ്പ്രസ്. കേരള എക്സ്പ്രസ് മാത്രം അത്യാവശ്യം വൃത്തിയുള്ളൊരു ബോർഡുണ്ട് ബാക്കിൽ. ബാക്കി എല്ലാ വണ്ടികളുടെ കാര്യത്തിലും ട്രിവാൻഡ്രം ഡിവിഷൻ ഷോപ്പാണ്. നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ മാറി എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഫുഡ് വന്നു. സൊമാറ്റോക്കാരൻ ഫുഡ് തന്നിട്ട് പോയി. അതാകുമ്പോൾ ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ ബാക്കിയുള്ളവരെ നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ ട്രെയിനിൽ നിന്ന് പുറത്തൊരു ഹെഡ്ലൈറ്റ് കാണാനുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനിൽ നിന്ന് അങ്ങേറ്റത്തുനിന്ന് ലൈറ്റ് കയറി വരുന്ന കാണുന്നില്ലേ. അവർ മാനുവലി കോച്ച് പൊസിഷൻ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണ്.
20 pantry car 21H1. Train number 16562 Trivandrum North Yeshwanthpur AC Express will arrive shortly on platform number 4. Will arrive shortly on platform number 4. ദാ കയറി വരുന്ന നമ്മുടെ വണ്ടി. അറൈവ് ഷോർട്ട്ലി അല്ല, ഹാസ് അറൈവ്ഡ് ആണ്. 39172 കൊച്ചുവേളിയിൽ നിന്നും യശ്വന്ത്പൂർ വരെ പോകുന്ന കൊച്ചുവേളി യശ്വന്ത്പൂർ എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രി പതിവ് പോലെ നേരത്തെ നിർത്തുകയാണ്. നേരത്തെ നിന്നു. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പതിവാണ്. കോച്ച് പൊസിഷൻ കാണിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും കോച്ച് വരില്ല, നേരത്തെ പിടിച്ചു നിർത്തും. ചെറിയൊക്കെ കംപ്ലീറ്റ്ലി നിന്നിട്ടില്ല, ഒന്ന് നിന്നോട്ടെ, നിന്നിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. B6 ഇതാണ് നമ്മുടെ കോച്ച്. പൊതുവേ പുതിയ കോച്ചുകളാണ്, പക്ഷേ നമുക്ക് നല്ല പഴയ കോച്ച് വന്നിട്ടുണ്ട്. 183133 ആണ് നമ്മുടെ കോച്ച്. നമ്മുടെ സീറ്റ് 20 ആണ്, അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറാം. അപ്പുറത്തെ സൈഡ് നമ്മൾ 20ലേക്ക് കറക്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രെയിൻ. MCF റായ്ബറേലി ബിൽറ്റ് കോച്ചാണ്. ഡിസംബർ 2017 ബിൽട്ടാണെങ്കിലും 183133 ആണ് നമ്പർ. നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലോട്ട് കയറാം. നമ്മൾ പാലക്കാട് നമ്മൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. കുറച്ച് നേരം മിക്കവാറും കേരള 1-2 ബ്ലോക്ക് പാസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. മീൻവെയിൽ അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് 22784 ആരക്കോണത്തിൻ്റെ വാപ്പ് 4 തിരുച്ചിറപ്പള്ളി പാലക്കാട് ടൗൺ എക്സ്പ്രസ്സുമായിട്ട് കയറി വരുന്നുണ്ട്. ഈ ട്രെയിൻ നമ്മൾ ഒരു പ്രാവശ്യം ഈറോഡ് മുതൽ പാലക്കാട്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക്, ഈ സെയിം ട്രെയിനിന്. ഇതിലിപ്പോൾ സ്ലീപ്പർ കോച്ചൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ജനറൽ കോച്ചിന് പകരം. 2 സ്ലീപ്പർ കോച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കി ജനറൽ കോച്ച്. സ്ലീപ്പർ കോച്ച് മാത്രമല്ല, സെക്കൻഡ് ജൻ ചേർക്കാറുണ്ട്. ജനശതാബ്ദി കോച്ചിനകത്തുണ്ട്. ബാക്കിലത്തെ 3 കോച്ച് ജനശതാബ്ദി കോച്ചുകളാണ്. ജനശതാബ്ദി നല്ല പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ള കോച്ചാണ് ഈ വണ്ടിയിൽ തിരുച്ചിറപ്പള്ളി ടു പാലക്കാട് ഓർഡിനറി ഉള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനലി 7:51 നമ്മൾ പാലക്കാട് നിർത്തും. ഞാൻ ആക്ച്വലി അങ്ങനെ അറ്റത്തുള്ള ഒരു സിഗ്നൽ കണ്ടിട്ട്, റെഡ് സിഗ്നൽ കണ്ട് ഞാൻ നമ്മുടെ ട്രെയിനിൻ്റെ അല്ലാന്ന് വെച്ചുകൊണ്ട് ഇത്ര നേരം നിന്നത്. സഡനായിട്ട് ആ സിഗ്നൽ ഇപ്പോഴും റെഡ് തന്നെയാണ്, പക്ഷേ നമുക്ക് പച്ച ഫ്ലാഷ് തുടങ്ങി വണ്ടി പുറപ്പെടുകയും ചെയ്തു. വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. TT വന്നു. ഹിന്ദി സംസാരിക്കുന്ന TT ആണ്. മേ ബി SWRൻ്റെ TT തന്നെയാണോ അറിയില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മൾ നേരത്തെ വന്ന പാസഞ്ചറിൻ്റെ റേക്ക് ഇപ്പോൾ യാർഡിലോട്ട് ഷണ്ട് ചെയ്യുന്നുണ്ട്. അത് പയ്യെ പുറകോട്ട് വരുന്നുണ്ട്. നമ്മൾ ഏത് ലൈൻ വഴിയാണെന്നറിയില്ല, A ലൈനാണോ B ലൈനാണോ എന്നറിയില്ല. ഏതാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല, നമുക്ക് ഇരുട്ടത്താണല്ലോ നമ്മുടെ യാത്ര. എന്നാൽ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോയേക്കാം. നമുക്കിനി കോയമ്പത്തൂർ സ്റ്റേഷൻ ഞാൻ എന്തെങ്കിലും കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ള നമുക്ക് നോക്കാം. WAP 737812 ആയിരുന്നു. MT റേക്കാണത്. നാഗർകോവിൽ കോയമ്പത്തൂർ മറ്റേ 16321 റേക്കാണ്. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. കോയമ്പത്തൂർ ജംഗ്ഷന് തൊട്ട് മുമ്പുള്ള പെരിയകുളം സൈഡിലാണ് ഇപ്പോൾ നമ്മൾ.
അങ്ങനെ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറുന്നു. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ചെന്നൈയിൽ നിന്ന് വന്ന വന്ദേ ഭാരത്തിൻ്റെ റേക്ക് കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് കാണാൻ വയ്യ. ഇപ്പുറത്തൊരു പ്ലാറ്റ്ഫോം നമ്പർ 2 ഒരു LHB റേക്ക് കിടക്കുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ചേരൻ എക്സ്പ്രസ് ആയിരിക്കണം. അതെ, ചേരൻ എക്സ്പ്രസ് ആണ്. നമ്മുടെ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം 3 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3 എത്തി. അവിടെ അത്യാവശ്യം നല്ലോണം ആൾക്കാർ കയറാറുണ്ടായിരുന്നു. യാത്രക്കാർ ജസ്റ്റ് കയറുന്നു, അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വണ്ടി വിടുന്നതോടുകൂടി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. കാര്യം ഇന്നലെ രാത്രി കുറച്ച് സുഖമില്ലായിരുന്നൊന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടില്ല. ആകെ 2-3 മണിക്കൂർ ഇന്നലെ ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇവിടുന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ പതുക്കെ കിടന്ന് ഉറങ്ങാൻ പോകണം. നമുക്ക് നാളെ രാവിലെ കൃഷ്ണരാജപുരം സ്റ്റേഷനും അവിടെ നിന്ന് അങ്ങോട്ടുള്ള വിഷ്വൽസ് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ട്രെയിൻ ഇവിടെ വിട്ട് തിരുപ്പൂരുണ്ട്, ഈറോഡുണ്ട്, സേലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണരാജപുരമാണ് സ്റ്റോപ്പുള്ളത്. നമുക്ക് കൃഷ്ണരാജപുരം മുതൽ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മുടെ സ്റ്റാർട്ട് ഓൾറെഡി ആയിക്കഴിഞ്ഞു. സ്റ്റാർട്ട് ഓൾറെഡി ആംബറാണ്. നമ്മുടെ ട്രെയിനിലോട്ട് കയറിയേക്കാം. അപ്പം നമ്മൾ പുറപ്പെടാൻ തോന്നുന്നു. നമ്മുടെ ഗാർഡ് അവിടെ നിന്ന് സിഗ്നൽ കാണിച്ചു തുടങ്ങി. ഗ്രീൻ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ കോയമ്പത്തൂർ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 9:14, 2 മിനിറ്റ് ഇവിടെ നിർത്തിയത്. 9:14 നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷന് വിട്ടു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് നാളെ രാവിലെ കൃഷ്ണരാജപുരം എത്തുമ്പോഴേക്കും, കാര്യം എൻ്റെ പേരിലുള്ള എല്ലാ ആൾക്കാരും കൃഷ്ണരാജപുരത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ബഹളം വെച്ച് കമ്മോഷൻ ഉണ്ടാക്കും. നമുക്ക് കൃഷ്ണരാജപുരത്തും ഞാൻ ഉണരും എന്തായാലും. അപ്പോൾ കൃഷ്ണരാജപുരം മുതൽ യശ്വന്ത്പൂരിലേക്ക് ഇരുട്ടായിരിക്കും. എന്നാലും നമ്മുടെ ഫോണിൻ്റെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് ഫോണിലും ക്യാപ്ചർ ചെയ്യാം. ആക്ഷൻ ക്യാമറയിൽ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഫോണിൽ ക്യാപ്ചർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നാളെ രാവിലെ അതൊക്കെ എങ്ങനെയാവും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഈ കിടക്കുന്ന റേക്ക് നമ്മുടെ മാംഗ്ലൂർ കോയമ്പത്തൂർ ഇതിൻ്റെ എന്താ പറയുക 16324 പഴയ ഫാസ്റ്റ് പാസഞ്ചർ ഇപ്പോഴത്തെ എക്സ്പ്രസിൻ്റെ റേക്കാണത് കിടക്കുന്നത്. 22730 അരക്കോണം വാപ്പ് 4 ആയിരുന്നു ഇന്ന് കൊണ്ടുവന്നത്. ലോക്കോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പുറത്ത് പ്ലാറ്റ്ഫോം 5 and 6 കാലിയാണ്. 6 വന്ദേ ഭാരത് വന്നിട്ടുണ്ടാവണം ബാംഗ്ലൂരിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. നമുക്കെന്നാൽ പതുക്കെ പോയി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം. ഗുഡ് നൈറ്റ്. രാവിലെ 3:39 കൃഷ്ണരാജപുരത്തെത്തി. അതാ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. കൃഷ്ണരാജപുരം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 വണ്ടി നിൽക്കുന്നത്. മൂന്ന് 45 കൃഷ്ണരാജപുരത്ത് നിന്ന് ജസ്റ്റ് എടുക്കുന്നു നമ്മൾ. സത്യം പറഞ്ഞാൽ എനിക്ക് മെജസ്റ്റിക്കിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഇറങ്ങിയാലും മതിയായിരുന്നു. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ബസ്സെല്ലാം കിട്ടിയേനെ. പക്ഷേ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് യശ്വന്ത്പൂർ പോയി ഫുൾ ലെങ്ത് ട്രാവൽ ചെയ്തിട്ട് മെജസ്റ്റിക്കിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കൃഷ്ണരാജപുരം കഴിഞ്ഞു. ഇവിടെ എനിക്കൊന്ന് പ്ലാറ്റ്ഫോമിന് വീതി കൂട്ടുക എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സമയം 4:44. നമ്മൾ യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എക്സിറ്റ് ഇത് വഴിയാണെന്ന് അറിയില്ല. ഞാൻ ചുമ്മാ ഒരു ഡയറക്ഷനോട്ടൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കൃഷ്ണരാജപുരം കഴിഞ്ഞപ്പോൾ മറ്റേ ബയ്യപ്പനഹള്ളി പാസിംഗ് ഒക്കെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ ബയ്യപ്പനഹള്ളി ഹോം സിഗ്നലിൽ പിടിച്ചിട്ടു കുറച്ച് നേരം. ആ സമയത്ത് തിരിച്ചൊന്ന് പോയി കിടന്നു കാണാം. പക്ഷെ പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ഉണരുന്നത് ട്രെയിൻ യശ്വന്ത്പൂരിലോട്ട് കയറുമ്പോഴാണ്.
നന്നായിട്ട് ഉറങ്ങി. പിന്നെ ഇപ്പോൾ നമുക്കിവിടുന്ന് പുറത്തിറങ്ങാം. നമുക്കൊരു ചെറിയൊരു റൂം പോലെ എടുത്തൊന്ന് ഫ്രഷപ്പൊക്കെ ആയി കുറച്ച് നേരം കൊണ്ടൊന്ന് കിടന്നുറങ്ങണം. അതിന് നമ്മൾ ഉച്ചയോടുകൂടി അടുത്ത ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് പുറത്തോട്ട് എക്സിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വഴി കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രെയിന്. ഇതിന് വേറെ വൃത്തിയിലൊരു ബോർഡില്ല. തിരുവനന്തപുരം ഉത്തരാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം നോർത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് മോസ്റ്റ്ലി ഒരു വെൻസ്ഡേ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പ് പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കാര്യം പല വീഡിയോസും നമ്മൾ വളരെ പ്രതീക്ഷയോട് ചെയ്യുന്ന പല വീഡിയോസിനും തീരെ വ്യൂവർഷിപ്പ് കിട്ടാറില്ല. കാര്യം നമ്മൾ യുണീക്ക് റൂട്ട്സ് കാണിക്കുമ്പോൾ യാത്രക്കാരത് നമ്മുടെ വ്യൂവേഴ്സ് അത് കാണാണ്ടിരിക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് എനിക്ക്. അപ്പോൾ നമുക്കെന്താ പിന്നെ ഇവിടെ വെച്ച് വീഡിയോ ക്ലോസ് ചെയ്യാം. നമുക്കിനി ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നിങ്ങൾ ഉച്ചയ്ക്കല്ലേ കാണാം. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ അടുത്ത യാത്ര തുടങ്ങും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you in the next video. Until then, this is bye-bye.